അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നോമ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു എന്ന്. ഇന്ന് ഞാൻ വേരിലാക്കൊക്കെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സിദ്ധിയാപ്പിനെ കൊണ്ടുവരാൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫുഡൊക്കെ വെച്ച് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ്. എന്നപ്പോൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ദോശയും പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുണ്ടായ പപ്പായ ഒന്നുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്തത്. അപ്പോൾ എന്നത് ഒന്നുകൂടി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് നമ്മളെ ശിതുമോൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ശിതുമോൻ വന്ന് എല്ലായിടത്തൊന്ന് പണിയെടുക്കാൻ കൂടി തരും കേട്ടോ. യെസ്, ഗുഡ് ബോയ്. അപ്പോൾ എൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും സിനു വത്തക്ക കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി സിനു റൂഹ് അഫ്സ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അത് വത്തക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് പാല് അതുപോലെ നല്ല ഐസ് വാട്ടർ ഒക്കെ ഇട്ടുങ്ങാണ്ട് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് അടിച്ചെടുത്തത് നമ്മൾ പാട്ടയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിൽ പഞ്ചസാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൂഹ് അഫ്സയും കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്താൽ സംഭവം റെഡി. അപ്പോൾ റൂഹ് അഫ്സ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് ഇപ്പാക്കും ഉമ്മാക്കും ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. മോനിവിടെ നോമ്പ് തലയിൽ കയറി കുത്തിരിക്കൊണ്ട്. ഇത് മുന്തിരി ജ്യൂസ്, റൂഹ് അഫ്സ. അപ്പോൾ നമ്മൾ മുട്ട ബജിയും അതുപോലെ തന്നെ ബ്രെഡ് റോളുമാണ് നമ്മൾ എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ ടേബിൾ തന്നെ കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. അടുക്കളയിൽ അത്യാവശ്യം വലിയ ടേബിളുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ തന്നെ ഇരിക്കൽ. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോഴാണ് പൂമൊത്തിരിക്കൽ. മോനോ നീക്കിച്ചെടുത്ത അങ്ങനെയൊക്കെ കിട്ടുന്ന കുഴപ്പമില്ല. അങ്ങനെ തിന്നുങ്ങി അങ്ങനെ നോമ്പ് തുറന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇമാമും മാമുമായിട്ടാണ് കേട്ടോ നമസ്കരിക്കൽ. ഇപ്പോഴാണ് ഇമാമായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അതാ നമ്മളുടെ താറാവിനെ കൊണ്ടുപോയിട്ട് അറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിയും വെച്ചു. പിന്നെ അതാ നെയ്ച്ചോറും ദോശയും പത്തിരിയൊക്കെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി കാണുന്നത്. ആ ഷൂസ് മറ്റേ ഷൂസ് അടിക്കാൻ നോട്ടെ. ആ ഷൂസ് അടിക്കാൻ കൈ കടിക്കാൻ ഓക്കെ. എൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലേ. ഡ്യൂപ്ലിക്കേറ്റോ സൂപ്പറായില്ലേ? അപ്പോൾ സുനൂട്ടൻ്റെ ഈ ഷൂസ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട്. ഇഷ്ടമായോ? എന്താ എനിക്ക് ഇഷ്ടമായി കണ്ടപ്പോൾ?
പുതിയ വാച്ചില്ല മോനെ, എങ്ങനെയുണ്ട്? നോട്ടെ അധികം ചടിക്കാം, വാച്ചോട്ടെ. ആ ആപ്പിൾ വാച്ചല്ലേ, അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട്. ഇത് പിറ്റേ ദിവസം സിദ്ധിയാക്കു തിരൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കടയിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മളെ ശുദ്ധമോൾക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഷൂസ്. പിന്നെ വാച്ചും അവിടുന്ന് വാങ്ങിച്ചിട്ടോക്കെ ഹലാക്കിൻ്റെ ഷൂസാട്ടോ. പെരുന്നാക്കട്ടാ കളിച്ച കുറച്ച് ബാക്കിക്കേ, കുറച്ച് ബാക്കിക്കേ. അഞ്ഞി തേങ്ങ തേങ്ങ കളിച്ച പാടി കളിച്ച. నువ్వు నెల్లి కలిచే കീറണ്ട. അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് പറ. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ഞാൻ പെരുന്നാൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പെരുന്നാൾക്കത്തെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.